ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു വീഡിയോ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ വീഡിയോ ബേസിക്കലി എൻ്റെ കോളേജ് ടൂറാണ്. അതായത് 11th February 2025 ഞാൻ ടൂർ പോകുന്നത്. 15th February 2025 തിരിച്ചു വരുന്നത്. അപ്പം അതുവരെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു മൊമെൻറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്യുകയും എന്നാൽ കഴിയുന്ന വിധം ഞാൻ ക്യാപ്ചർ ചെയ്യുകയും അതിനൊപ്പം ഞാൻ എൻജോയ് ചെയ്തെടുത്ത ഒരു വ്ളോഗാണിത്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോയും വലിയ മെമ്മറീസുമുള്ള എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടൈമാണ് ഒരു വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളും ഉണ്ട്. ബട്ട് എനിവേ വെൽക്കം ഓൾ. ഹായ് വിഷ്ണുപ്രിയ, ടൂർ പോവാം. നമ്മൾ ടൂർ പോവുകയാണ് ഗായ്സ്. യെസ് യെസ്. ഞാൻ ടൂർ പോവല്ലേ, അച്ഛൻ എന്താ പറയാനുള്ളത്? ഒന്നുമില്ല, ഞാൻ ടൂർ പോകുന്നതിന് വിഷമമൊന്നുമില്ല. സോ ഡേ 1 ഇൻ മൈസൂർ. ഫസ്റ്റ് എന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് തുടങ്ങി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എല്ലാ ദിവസവും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് കേസരി കിട്ടും, അതാണ് ഹൈലൈറ്റ്. സോ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ ആയിട്ടുള്ള ചാമുണ്ഡി ഹിൽസ്. ശരിക്കും ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഈ ഒരു ടെമ്പിൾ കാണുക എന്നുള്ളതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ടെമ്പിളും കണ്ടില്ല, വെറുതെ ടെമ്പിളിലേക്ക് പോകുന്ന വഴിയുള്ള കടകളിൽ കയറിയിട്ട് സാധനങ്ങളുടെ വില ചോദിക്കുകയും അവിടെ നിന്ന് വെറുതെ സമയം കളഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടെമ്പിൾ കാണാൻ നോക്കിയില്ല. അതുകൊണ്ട് നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് പോയി. പിന്നെ ടെമ്പിൾ കാണാത്ത വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. മൈസൂർ പാലസ് കാണാനായിട്ട് നമ്മൾ ഇവിടെ വന്നിരിക്കുവാണ്. മൈസൂർ പാലസ്. ഹായ് ഹായ്. മൈസൂർ പാലസ് കാണാൻ ഐ ആം നോട്ട് എക്സൈറ്റഡ് ബിക്കോസ് ഭയങ്കര വെയിൽ. എവിടെ പോയാലും ഏത് കട കണ്ടാലും അവിടെ ഒന്ന് നിൽക്കും. വെറുതെ സാധനങ്ങൾക്ക് ഇതേപോലെ വിലയൊക്കെ ചോദിക്കും. എന്നാൽ ഒന്നും മേടിക്കത്തൊന്നും ഇല്ല. പിന്നെ നല്ല രസമല്ലേ ഇങ്ങനെ വിലയൊക്കെ ചോദിച്ച് ഇരിക്കാനായിട്ട്. സോ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനായിട്ടുള്ള മൈസൂർ പാലസ് ആണ്. പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഈ മൈസൂർ പാലസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ എൻട്രി പോയിൻ്റ്, ഇങ്ങനൊരു കവാടം. അപ്പം അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള എന്ത് രസമാണ് ഇതിൻ്റെ അകം. ഈ ആന ശരിക്കും ഒറിജിനലാണെന്നാണ് പറയുന്നത്. എന്നാണ് പറയുന്നത് അറിയില്ല. നല്ല രസമാണ് ഇതിൻ്റെ അകത്തൂടെയൊക്കെ നടക്കാനാണെങ്കിലും. ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു ഈ മൈസൂർ പാലസ്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ്. പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലേസും കൂടെ ആണല്ലോ. പിന്നെ ഇതാണ് എക്സിറ്റ് പോയിൻ്റ്. നമ്മളിപ്പോൾ വൃന്ദാവൻ ഗാർഡനിലാണ് വന്നത്. ഇവിടെ ഇപ്പോൾ വാട്ടർ ഷോ ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടാമത്തെ ഷോ. നമ്മളിവിടെ ഇങ്ങനെ വെറുതെ റെസ്റ്റ് എടുക്കുകയാണ്. രണ്ടാമത്തെ വാട്ടർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞ് നേരെ പോയതൊരു DJ പാർട്ടിക്കായിരുന്നു. ഓവറോൾ നല്ല രസമുണ്ടായിരുന്നു. അത് നല്ല എല്ലാവരുമായിട്ട് നല്ല വൈബായിരുന്നു. അത് നല്ലൊരു പരിപാടിയായിരുന്നു.
സോ ഡേ 2 ചിക്ക്മംഗ്ലൂരാണ്. അപ്പോൾ ചിക്ക്മംഗ്ലൂർ പോയവർക്കറിയാം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ഒരു വണ്ടിയിലാണ്, അതായത് ഒരു ജീപ്പിലാണ്. നമ്മൾ ഈ മലയിലെ പല പല പോയിന്റിൽ നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ഒരു 4 ജീപ്പിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനകത്ത് മൊത്തം 15 പേരുണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഉൾപ്പെടെ. അപ്പോൾ നമ്മളെല്ലാവരും ഒരു വണ്ടിയിലായിരുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ പോകുന്നത് ഒരു വാട്ടർഫോൾ. സോ ഇത് ഡേ 2 ആണ്. ഇപ്പോൾ നമ്മൾ ഒരു ജീപ്പ് ട്രക്കിംഗ് അല്ല, ജീപ്പ് സഫാരി. അതിന് നമ്മളിപ്പോൾ എവിടെയാണ്? ഇപ്പോൾ ഒരു വാട്ടർഫോൾ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. കുഴപ്പമില്ല. നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്തുകൂടെ നമ്മളിങ്ങനെ നടന്ന് വരണം, അതായത് ഈ ഒരു കൊച്ചു വഴി കൂടെ. അതായത് ഈ ഒരു സ്പോട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ സ്പോട്ടുണ്ട്. ഈ സ്പോട്ട് വഴി ഇങ്ങനെ നോക്കി കയറണം. അവിടെ മുള്ളാത് ഇവിടെ കുറച്ച് റിസ്കിയാണ്. അപ്പം ഇങ്ങനെ ട്രക്ക് ചെയ്ത് വന്നാൽ ഇങ്ങനത്തെ ഒരു സ്പോട്ട് കാണും. ഇതിനാണ് വരുന്നത്. നല്ല വെയിലും ഉണ്ട്, നല്ല തണുത്ത കാറ്റുമുണ്ട്. ഇനി നമ്മൾ അടുത്ത മല കയറാം. ഇതാണ് അടുത്ത മല. അപ്പം നമ്മൾ വന്ന വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ കയറി ഒരു കുന്നെന്ന് പറയാം. അപ്പം അതിൻ്റെ മേളിൽ നമ്മൾ പോവും. നമ്മളിപ്പോൾ നടന്ന് ഹായ്, രാജുവാണ് പാർട്ട്ണർ. അപ്പോൾ നടന്ന് കുന്നിൻ്റെ മേലോട്ട് കയറിക്കൊണ്ടിരിക്കും. ഭയങ്കര കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്, പക്ഷെ തണുപ്പാണ് ഭയങ്കര. വിയർക്കുന്നില്ല, ചൂടില്ല, തണുത്ത വെയിൽ. തണുത്ത വെയിലോ, തണുത്ത കാറ്റ്. ഇവിടെ എവിടെ നോക്കിയാലും ശരിക്കും നല്ല വ്യൂ ആണ്. കാരണം നല്ല നല്ല രസമാണ് ഫുൾ കാണാനായിട്ട്. ഇത് ഒരു വ്യൂ. അവിടെയുള്ള ആ മല, പക്ഷെ മലയല്ല, ആ സ്ഥലത്തു നിന്നാണ് നമ്മളിങ്ങനെ ഇവിടെ വരെ എത്തിച്ചത്. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു. ഇനി താഴോട്ട് പോവാണ്, തിരിച്ച് കഴിക്കാനായിട്ട്. കാണാൻ പറ്റുന്നുണ്ടോ, പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിറങ്ങി അവിടെ വരെ പോണം. ഇവിടെ ഈ കാണുന്ന ഒരു ടെമ്പിളാണ്. അപ്പോൾ ഇതിൽ പോയിട്ട് നമ്മൾ ഇതുവഴി ഇറങ്ങി വരും. പക്ഷേ ഞങ്ങളാരും പോയില്ല, എല്ലാവരും വണ്ടി ഇരിക്കണം. ആർക്കും പോകാൻ വയ്യ. പോകണമെങ്കിൽ നമ്മൾ ഷൂസ് ഫോണൊക്കെ ഊരണം. സോ ഊരാൻ വയ്യാത്തത് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്നു. നമ്മൾ അടുത്ത മല കയറാനായിട്ട് പോവാണ്. ഇനി ഈ സ്റ്റെപ്പ് എല്ലാം കയറി അവിടെ എത്തണം. ഈ സ്റ്റെപ്പ് എല്ലാം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കണം. നല്ല വെയിലുണ്ട്, നല്ല ഇവിടെ ഇതൊക്കെയാണ്. നമ്മളിപ്പോൾ ചിക്ക്മംഗ്ലൂരാണുള്ളത്. 1400 feet above sea level. Yes, this is Nandana. ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല അധികം കാണാനായിട്ട്. പിന്നെ എല്ലാ മലയുടെ മുകളിൽ കയറലും പ്രത്യേകത എന്ന് പറയുന്നത് ആ ഫുൾ വ്യൂ കാണാം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ 10,000-ഓളം സ്റ്റെപ്പ് ഉണ്ട്. ഇത് എത്ര സ്റ്റെപ്പ് കാണും? 400 കൂടുതൽ കാണുമെങ്കിലും ആണ് ആ അമ്പലം. നമ്മൾ അത്രയും സ്റ്റെപ്പ് കയറി, ആ സ്റ്റെപ്പ് കയറി വന്നത് ഈ ഒരു അമ്പലം കാണാനാണ്. ഇതാണ് നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പം ഉള്ള അമ്പലത്തിൻ്റെ ഒരു പോയിന്റ്. ഇവിടെ നല്ല തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഇത് നമ്മൾ ചൂട് അറിയത്തേയില്ല. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. അതിനകത്ത് അകത്ത് പൂജ നടക്കും അങ്ങോട്ടാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ആ സ്റ്റെപ്പ്. ഇനി നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങി, ഇവിടെ നമ്മൾ ചെരുപ്പിട്ടോട്ടാണ് വന്നു. ഈ സ്റ്റെപ്പെല്ലാം ഇറങ്ങി ചെന്നിട്ട് വേണം അവിടെ പോകാനായിട്ട്. അവിടെയാണ് ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ വന്നത്. ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ വന്നത്. ഇനി നമ്മൾ അവിടെ പോകണം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇനി ഇത്രയും ഇറങ്ങി വേണം അവിടെ ചെന്ന് എത്താനായിട്ട്.
അതാണ് ടാസ്ക്. ചിക്കമംഗ്ലൂരായിരുന്നു അന്നത്തെ സ്റ്റേ. നമ്മുടെ ചിക്കമംഗ്ലൂർ ഈ പൂൾ സ്റ്റേ ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാവരും പൂളിലൊക്കെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഒരു ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് ഇവിടെ എല്ലാവരും പാട്ടൊക്കെ പാടി 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് പാട്ടൊക്കെ പാടുകയാണ്. കുറച്ച് പാട്ടൊക്കെ കേൾക്ക്. സോ ലാസ്റ്റ് ലൊക്കേഷനാണ് കൂർഗ്. കൂർഗിലെ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞിരുന്നത് ഒരു റിവർ റാഫ്റ്റിംഗ് ആയിരുന്നു. അവിടെ വീഡിയോസ് എടുക്കാനോ ഫോൺ കൊണ്ടുപോകാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഒരു ഫോട്ടോയാണ്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ലൊക്കേഷനാണ് ഈ ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുന്നത്. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു. നല്ല പീസ്ഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുണ്ടായിരുന്നു ഓവറോൾ ഇവിടെ നിന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു ബാംബു ഫോറസ്റ്റിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ മെയിനായിട്ടുള്ളൊരു ഷോപ്പിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയ കുറേ ഐറ്റംസ്. അങ്ങനെ അവിടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ബസ്സിൽ ഇത് കണക്ക് ഫുൾ പാട്ടൊക്കെ ഇട്ട്, കാരണം ലാസ്റ്റ് ഡേ ആയിരുന്നല്ലോ. അങ്ങനെ ടൂർ കഴിഞ്ഞു ശരിക്കും.